ശ്രീ ജയചന്ദ്രൻ, BJP നേതാക്കന്മാരാരും ഇതിൽ പ്രതികരിക്കില്ല. ഇനി അവർക്ക് അത്തരത്തിലൊരു നിർദ്ദേശങ്ങളുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ശ്രീ ജയചന്ദ്രൻ, ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കളിലേക്ക്, അതായത് ഈ SDRF ഫണ്ട് എന്നത് എന്താണ്? SDRF ഫണ്ട് ഈ വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ ഉപയോഗിക്കാനാകുമോ? യഥാർത്ഥത്തിൽ BJP നേതാക്കന്മാരും കേന്ദ്ര സർക്കാരും ഒക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായി വ്യാപകമായി ആവർത്തിച്ച് പറയുന്ന വാസ്തവവിരുദ്ധമായൊരു കാര്യമാണ്. രണ്ട്, ഇന്ന് അമിക്കസ് ക്യൂറി കോടതിയിൽ ബോധ്യമായ കാര്യങ്ങളൊക്കെ അമിക്കസ് ക്യൂറി വെളിപ്പെടുത്തുന്നു. ഇതിൽ പൊളിഞ്ഞു വീഴുന്നത് എന്തൊക്കെയാണ് താങ്കളുടെ നിരീക്ഷണത്തിൽ? ഇതിൽ അജിംസാദെ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ എടുത്ത് കാണേണ്ടതുണ്ട്, അത് പറയേണ്ടതുണ്ട്. അതായത് ഈ SDRF എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടാണല്ലോ, സംസ്ഥാന ദുരന്ത ലഘൂകരണ നിധിയാണല്ലോ. അത് ഈ എല്ലാ വർഷവും എല്ലാ സംസ്ഥാനങ്ങളിലും കിട്ടേണ്ട സാധനമാണല്ലോ അത് വരുന്നത്. അതല്ലാതെ ഇവിടെ മാത്രമായിട്ട് നമുക്ക് മാത്രമായിട്ട് ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അനുവദിക്കുന്ന സംഗതി അല്ലല്ലോ. അത് മാത്രമല്ല, അത് അനുവദിക്കുന്നതിനുമല്ല, ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അത് ഉപയോഗിക്കാനും കഴിയില്ല. ഇപ്പോൾ SDRFന്റെ ഫണ്ട് 75% കേന്ദ്രവും 20% സംസ്ഥാനവുമാണ് അതിൻ്റെ ഫണ്ടിൻ്റെ പാക്കേജ്. അത് നേരത്തെ തന്നെ തുടർന്ന് പോകുന്നതാണ്, എല്ലാ വർഷവും താങ്കൾ സൂചിപ്പിച്ച പോലെ. മാത്രമല്ല, ഇപ്പോൾ ഉദാഹരണത്തിന് വയനാട് ദുരന്ത ഭൂമിയിലുള്ളവർക്ക് ഭക്ഷണം അല്ലെങ്കിൽ വാടക ഇതൊക്കെ നൽകണം. ഈ SDRFൽ നിന്ന് അത് നൽകാൻ അതിന് പ്രൊവിഷനില്ല, തടസ്സമാണ്. അതുമാത്രമല്ല, ഒരു വീടിന് 1.3 ലക്ഷം ആണ് നൽകാൻ പറ്റുകയുള്ളൂ. പക്ഷേ അതല്ല വയനാടിൻ്റെ പശ്ചാത്തലം, ഭൂമി തന്നെ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്, അവരെ പൂർണ്ണമായും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് തടസ്സങ്ങളുണ്ട്, എന്നിട്ടും അത് പറയുകയാണ്. പക്ഷേ ഈ അമിക്കസ് ക്യൂറിയുടെ വെളിപ്പെടുത്തൽ കോടതിയിലെത്തുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് പഠനങ്ങളിൽ ബോധ്യമായ കാര്യങ്ങൾ പറയുമ്പോൾ, ഇതൊരു പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഈ കള്ളത്തരം പൊളിച്ചു കാട്ടാൻ ഉതകുന്ന ഒന്ന് തന്നെയാകുമോ, നമ്മുടെ അവകാശം സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം? അല്ല, മറച്ചുവെക്കപ്പെടുന്ന, ബോധപൂർവം മറച്ചുവെക്കപ്പെടുന്ന മറ്റൊരു വലിയ വസ്തുതയും കൂടെ ഉണ്ട്. അതുകൂടെ നമ്മൾ പറയണമല്ലോ. അതായത് ഈ SDRF മാനദണ്ഡം അനുസരിച്ചുള്ള ചെലവുകൾക്ക് കേരളം ഈ ആവശ്യപ്പെട്ടത് 219.23 കോടി രൂപയാണ്. ഈ SDRF മാനദണ്ഡം അനുസരിച്ചുള്ള ചെലവുകൾക്ക് മാത്രമായി ആവശ്യപ്പെട്ടത് 219.23 കോടി രൂപ. അതേസമയം വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ, അതാണ് സംസ്ഥാന ഗവൺമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി. ഇവിടുത്തെ സ്പെഷ്യൽ പാക്കേജ് ആവശ്യപ്പെടുന്നത് ഈ മുണ്ടക്കൈ ചൂരൽമലയെ റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷന് വേണ്ടി 2221.033 കോടി രൂപയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേ സംബന്ധിച്ച് സംസാരിക്കുന്നില്ല. അതാണ് ബോധപൂർവം മറച്ചുവെക്കുന്ന കാര്യം അവിടെയാണ്. ഈ SDRF മാനദണ്ഡം അനുസരിച്ചുള്ള ചെലവുകൾക്കുള്ള 219 കോടി രൂപയുടെ കാര്യം മാത്രം പറയുകയും വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമലയെ പുനരധിവാസം പ്രവർത്തനങ്ങൾക്കെല്ലാമായിട്ട് സംസ്ഥാന സർക്കാർ പ്രത്യേക പാക്കേജായിട്ട് കൊടുത്തിട്ടുള്ള റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ ആവശ്യപ്പെട്ടിട്ടുള്ള 2221.033 കോടി രൂപയുടെ കാര്യം മിണ്ടാതിരിക്കുകയും ചെയ്യുക. അത്തരത്തിലുള്ള കണ്ണടച്ച് ഇരുട്ടാക്കുന്ന നടപടിയാണ് ഇക്കാര്യത്തിൽ ഗവൺമെന്റ് സ്വീകരിച്ചത്. അതാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അമിക്കസ് ക്യൂറി തന്നെ പറയുന്നത് അമിത്ഷായുടെ പ്രസ്താവന വാസ്തവ വിരുദ്ധമായിരുന്നു പാർലമെന്റിൽ നടത്തിയിട്ടുള്ളത്. അപ്പോഴുടനെ കോടതി ചോദിക്കുന്നു, ഒരു ഓഫീസർ ഉടനെ വരണം, ഓഡിറ്റ് ലെവലിലുള്ള ഒരു ഫിനാൻസ് ഓഫീസർ വരണം എന്ന് പറയുകയാണ്. അയാൾ വരുന്നു, ഓഡിറ്റ് ഓഫീസർ വരുന്നു. അദ്ദേഹത്തോട് കോടതി ചോദിക്കുകയാണ്, എവിടെ ഓഡിറ്റ് ചെയ്ത കണക്കുകൾ എവിടെ? ഈ കണക്കൊക്കെ ഓഡിറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് അറിയാൻ വയ്യാത്ത ഭരണഘടനാ സ്ഥാപനമാണോ കോടതി? ഞാൻ കോടതിയെ കുറ്റം പറയുകയില്ല, പക്ഷെ ഇതിൻ്റെ അകത്ത് ഒരു ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ എലമെന്റ്സ് എവിടെയൊക്കെയോ കടന്നു പോയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ പറയാതിരിക്കാനും കഴിയില്ല അജിംസാദെ. അതും കൂടെ ഉണ്ട് കൂട്ടത്തിൽ കേട്ടോ. ഞാൻ അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒളിച്ചു കളിക്കുന്നത്, കോടതി ഒളിച്ചു കളിച്ചു എന്ന് പറയില്ല, പക്ഷെ വസ്തുതകളെ ആ രൂപത്തിൽ കാണാൻ കോടതി തയ്യാറായോ എന്നുള്ള സംശയം ഇന്നത്തെ ഈ നിരീക്ഷണങ്ങൾ കേൾക്കുമ്പോൾ തോന്നുന്നുമുണ്ട്.